ഇത് ലക്ഷ്മീനാരായണ മന്ദിരമാണ്. ലക്ഷ്മീനാരായണ മന്ദിരത്തിൻ്റെ ഈ അകത്തളം മൊത്തം പിന്നെ ശ്രീകൃഷ്ണൻ്റെ പിന്നെ അതായത് മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളെല്ലാം ഇങ്ങനെ ചുമരുകളിൽ കൊത്തിവെച്ചിട്ടുണ്ട്. അതുകൂടാതെ നാരദൻ്റെ ചിത്രങ്ങളും എല്ലാം ഉണ്ട്. നാരദൻ്റെ ചിത്രങ്ങളുണ്ട്, മാർബിൾ ഉണ്ട്, മാർബിളിലാണ് ഇതിലുള്ളത്. അപ്പോൾ ഒരുപാട് എല്ലാവരും ഉണ്ട്, നാരദനുണ്ട്, എല്ലാ അവതാരങ്ങളുടെയും പിക്ചർ ചുറ്റും ഇങ്ങനെ കൊത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ലക്ഷ്മീനാരായണനെ നോക്കിയിട്ട് ഇത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സുബ്രഹ്മണ്യ ഭഗവാൻ തൊഴുത് നിൽക്കുക, അതായത് ലക്ഷ്മി നാരായണൻ അങ്ങനെ തൊഴുത് നിർത്തിയാണ്. നിരവധി പേര് ഇവിടെ വരുന്നുണ്ട്. എല്ലാവരും എന്താ പറയുക തൊഴുതുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ത്രിവേണി സംഗമം പ്രഭാഷ് പട്ടൺ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഈ സ്ഥലം കൂടി കണ്ട് അങ്ങനെ ഞങ്ങളിങ്ങനെ പുറത്തിറങ്ങുകയാണ്. ഇപ്പോൾ എൻ്റെ കൂടെയുള്ളവരൊക്കെ എവിടെയാണ് എന്ന് നമുക്ക് നോക്കാം. നല്ല മനോഹരമായ സ്ഥലം, കാണേണ്ടത് തന്നെയാണ്. അങ്ങനെ നമ്മൾ ശ്രീകൃഷ്ണനെ തോതു, അതേപോലെ തന്നെ ബൽറാം, ശ്രീകൃഷ്ണൻ്റെ സഹോദരൻ ബൽറാം എന്നെ തോതു, പിന്നെ ലക്ഷ്മി നാരായണ സ്വാമിയെ തോതു. പിന്നെ ബൽറാമിനെ തൂവാൻ, അതായത് അവിടെ ഞാൻ കാണിച്ചു തന്നില്ലേ നിങ്ങൾക്ക് നാഗങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഒരു ഗുഹേൻ്റെ ഉള്ളിലാണ് പോയത്. അപ്പോൾ ഗുഹേൻ്റെ ഉള്ളിൽ പോയിട്ട് അതൊക്കെ തൂതിട്ടാണ് നമ്മൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. പുറത്ത് വന്നപ്പോൾ ക്ഷേത്രമെല്ലാം പെയിൻ്റൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇതാണ് ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കുറേ ആൾക്കാർ ഇപ്പം നമുക്കിപ്പം കാണാൻ പറ്റും. ഇവിടെയെല്ലാം ഭജന ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഭജന ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വേറെ ഒന്നും കൂടിയുണ്ട്, കാശി വിശ്വനാഥ് മഹാദേവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതും കൂടിയുണ്ട്. ഓം നമ ശിവായ. കാശി മഹാദേവ് വിശ്വനാഥൻ്റെ ഒരു ഇതും കൂടി ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇത് ക്ഷേത്രങ്ങളുടെ ഒരു നഗരം പോലെയാണ്. എല്ലായിടത്തും നമ്മളിപ്പോൾ ഒരു ഓട്ടോയിൽ സഞ്ചരിച്ചിട്ടില്ല, ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ സഞ്ചരിച്ചപ്പോൾ ഇങ്ങനെ പകുതിക്ക് ക്ഷേത്രങ്ങളൊക്കെ കാണാൻ പറ്റി. സ്ഥിരം അങ്ങനെ ക്ഷേത്രങ്ങളെല്ലാം കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മളിപ്പോൾ ഇവിടെ എത്തിപ്പെട്ടതാണ്. ഇത് മരമുണ്ട്, ഈ മരത്തിൻ്റെ മുകളിൽ അണ്ണാനുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച അണ്ണാൻ്റെ കാലിന് കുടുങ്ങി തന്നോക്കുമ്പോൾ അല്ല കേട്ടോ,